ഹണി റോസ് ഒക്കെ ഹണി റോസ് ആണ് ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞത്. ഹണി റോസിന്റെ പേരായിരിക്കും പല ആൾക്കാർക്ക് ഓർമ്മ വരിക ഉദ്ഘാടനമായിരിക്കും ഒക്കെ ഇനാഗുറേഷൻസ് ആയിരിക്കും. കാരണം അത്രയധികം എന്റെ ഒരു ഒപ്പീനിയൻ, എന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ അറിവിൽ ഏറ്റവും കൂടുതൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മലയാളം സിനിമ നടിമാരിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂ ചെയ്ത റെക്കോർഡ് അത് ഹണി റോസിൽ കൊടുക്കണം. കാരണം 2022 ഏറ്റവും കൂടുതൽ ആ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഹണി റോസ് തന്നെയായിരുന്നു. ഓക്കെ, ഒരുപാട് ഇനാഗ്രേഷൻസ് എടുത്തു. കാരണം ഒരു ദിവസം 1ഉം 2ഉം ഇനാഗ്രേഷൻ എടുത്ത വീഡിയോസ് എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ അത്രയധികം ഇനോഗ്രേഷൻസ് ഹണി റോസ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഹണി റോസിന്റെ സിനിമ മലയാളത്തിൽ പകരം ഇറങ്ങാറില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലാസ്റ്റ് കണ്ട സിനിമ ചങ്സ് ആണ്, അതെന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട അടിപൊളി സിനിമയായിരുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ, ഹണി റോസിന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു തെലുങ്കിലൊക്കെ, മലയാളത്തിലെ തെലുങ്കിൽ മറ്റേ വീരസിംഹറെഡ്ഡിയുടെ സിനിമയായിരുന്നു. മനസ്സിലായല്ലോ അപ്പൊ ആ സിനിമ എങ്ങനെ ആയിരിക്കും. മറ്റേ തൊട്ട കാറൊക്കെ തെറിച്ചിന്റെ സിനിമ മറ്റേ വീഡിയോ ഗെയിം അതൊക്കെ എന്തായാലും തെലുങ്കിലെ സിനിമയാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും വീരസിംഹറെഡ്ഡി എന്നൊരു സിനിമ ഹണി റോസ് നായികയായി എത്തിയൊരു സിനിമയായിരുന്നു. എന്തായാലും തെലുങ്കിലാണ് ആ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത്. ആ സിനിമയിൽ നിന്ന് ഇപ്പോൾ തെലുങ്കിൽ നിന്നൊരു വാർത്ത എത്തിയിരിക്കുകയാണ്, തെലുങ്ക് ന്യൂസ് ആണ് എത്തിയിരിക്കുന്നത്. ഞാൻ കാണിച്ചുതരാം. ബാലകൃഷ്ണയുടെ അടുത്ത ചിത്രത്തിൽ നായിക ഹണി റോസ്, താരതമ്യ തെലുങ്കിൽ ആരാധകരെ ഏറുന്നു. ഓക്കെ, എന്നത് ഒറ്റ ചിത്രം കൊണ്ട് ചേച്ചി തെലുങ്കിൽ ആരാധകരുടെ മനസ്സിൽ ഇടം നേടി. ഓക്കെ, എന്തായാലും ബാക്കി വായിച്ചറാം. തെലുങ്കിലേറെ ആരാധകരുള്ള നന്ദമൂരി ബാലകൃഷ്ണയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് വീരസിംഹറെഡ്ഡി. സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രത്തിൽ നായിക എത്തിയത് മലയാളി താരം ഹണി റോസ് ആയിരുന്നു. ഓക്കെ, ഈ ചിത്രത്തിലെ പ്രകടനത്തോടെ തെലുങ്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാൻ താരത്തിനായി ശ്രുതി ഹാസനും ചിത്രത്തിൽ സുപ്രധാന വേഷത്തിലുണ്ട്. അപ്പൊ ശ്രുതി ഹാസനും ചിത്രത്തിൽ വേഷത്തിലുണ്ടെങ്കിലും ഒരുപാട് പ്രസിദ്ധിച്ചത് ഹണി റോസിനായിരുന്നു. ഓക്കെ, എന്തായാലും ബാക്കി കഴിക്കണം. ബാലകൃഷ്ണ ഇരട്ട വേഷത്തിൽ എത്തിയ ചിത്രത്തിൽ വരലക്ഷ്മി, ശരത് കുമാർ, ലാൽ, ദുനിയ, വിജയ് തുടങ്ങിയവരും എത്തിയിരുന്നു. മൈത്രി മൂവീസ് മേക്കേഴ്സാണ് വീരസിംഹറെഡ്ഡി നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ബാലകൃഷ്ണയുടെ അടുത്ത ചിത്രത്തിൽ നായികയായി ഹണി റോസ് എത്തുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത ചിത്രത്തിലും ഹണി റോസ് ആയിരിക്കും നായികയായി എത്തുക. ഹണി റോസും ബാലകൃഷ്ണനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം അനിൽ രവി പുടിയാകും സംവിധാനം ചെയ്യുക. തെലുങ്കിൽ വലിയൊരു ഭാവിയുള്ള നടിയാണ് ഹണി റോസ് എന്ന് ബാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നു. ബാലകൃഷ്ണ എന്തായാലും ഹണി റോസിന്റെ മൂന്നാമത്തെ തെലുങ്ക് ചിത്രമാണ് വീരസിംഹറെഡ്ഡി. മീനാക്ഷി എന്ന കഥാപാത്രത്തെയാണ് ഹണി റോസ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി തെലുങ്കിലും മലയാളത്തിലും ഹിന്ദിയിലും കന്നഡയിലും മലയാളത്തിലും എല്ലാ ഭാഷയിലും ചേച്ചി ഹിറ്റാട്ടെ എന്ന് ആഗ്രഹിച്ചുകൊള്ളുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ബൈക്കൊക്കെ വന്ന് ഇനാഗ്രേഷൻ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം കാണാം.